ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചെറിയ പെരുന്നാള് നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്, ചുങ്കത് പാലസ് തൃശൂരിന് സമ്മാനിക്കുന്നു എ പ്രീമിയം സിഗ്നേച്ചർ ഷോ. ഇനി ഷോപ്പിംഗ് സന്തോഷങ്ങൾക്ക് ഇരട്ടി മധുരമേകൂ വിവാഹോത്സവത്തിനൊപ്പം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 8-ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തും. മോദിക്കൊപ്പം റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ഈ മാസം 9 മുതൽ ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം. 12 നോട്ടിക്കൽ മൈൽ പരിധിയിലാണ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾ തീരം വിട്ടുപോകാൻ ഉത്തരവ്. മലയോര ഹൈവേ നിർമ്മിക്കുന്നതിനായി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്ത് തുടങ്ങിയതായി പൊതുമരാമത്ത് വകുപ്പ്. റോഡ് നിർമ്മിക്കുന്നത് 12 മീറ്റർ വീതിയിൽ 3 ഘട്ടങ്ങളിലായി. തൃശൂർ കേരളത്തിന്റെ ഡ്രഗ് ഹബ്ബായി മാറിയെന്ന് ജില്ലാ ജഡ്ജ് സോഫി തോമസ്. കുട്ടികൾ വഴിതെറ്റുന്നതിൽ രക്ഷിതാക്കൾക്കും പങ്കുണ്ടെന്നും ജില്ലാ ജഡ്ജ്. കവിതാ മോഷണ വിവാദത്തിൽ കേരളവർമ്മ കോളേജ് പ്രിൻസിപ്പൽ UGCക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന പ്രിൻസിപ്പൽ. പരാതി ലഭിക്കാത്തതിനാലാണ് അന്വേഷണം നടത്താഞ്ഞതെന്നും പ്രിൻസിപ്പൽ. വിശദമായ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 8-ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-ഓടെയാണ് മോദി ഗുരുവായൂരിലെത്തുക. ഇത് സംബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക വിവരം ലഭിച്ചു. പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തുമെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നുവെങ്കിലും സ്ഥിരീകരിച്ചിരുന്നില്ല. 2ാം തവണ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമുള്ള മോദിയുടെ ആദ്യ കേരള സന്ദർശനമാണിത്. BJPക്ക് കേരളത്തിൽ അക്കൌണ്ട് തുറക്കാനാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പാർട്ടി പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് മോദിയുടെ സന്ദർശനമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും മോദിക്കൊപ്പമുണ്ടാകും. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങി ഹെലികോപ്റ്ററിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ടിലെത്തും. അവിടെ നിന്ന് കാർ മാർഗം ദേവസ്വം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും. ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കുന്നതിന് മുൻപ് ക്ഷേത്ര ദർശനം നടത്തി മടങ്ങും. പ്രധാനമന്ത്രിയുടെ വരവ് കണക്കിലെടുത്ത് പോലീസ് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചു തുടങ്ങി. നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മോദി ഗുരുവായൂരിൽ ദർശനത്തിന് എത്തിയിരുന്നു. ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ. അറ്റകുറ്റപ്പണി നടത്താൻ ഉദ്യോഗസ്ഥർ നെട്ടോട്ടം തുടങ്ങി. VIP സന്ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തട്ടിക്കൂട്ടി റോഡുകൾ മോടി പിടിപ്പിക്കുന്ന പതിവ് ഇക്കുറിയും തെറ്റിച്ചില്ല. ഈ മാസം 8-ന് ഉച്ചയ്ക്ക് 12-ന് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് റോഡ് മാർഗമാണ് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തുക. സാധാരണ നിലയിൽ മഞ്ചുള്ളാൽ വഴി ഇന്നർ റിംഗ് റോഡിലൂടെയാണ് VIPകൾ ശ്രീവത്സത്തിൽ എത്താറ്. എന്നാൽ ഇന്നർ റിംഗ് റോഡ് അമൃത് പദ്ധതിയുടെ കാന നിർമ്മാണത്തിന് വേണ്ടി പൊളിച്ചിട്ടിരിക്കുകയാണ്. പിന്നീടുള്ള വഴി തെക്കേ നടയിലൂടെയാണ്. ഇവിടെ റോഡ് അതിലും മോശമാണ്. 2 മാസം മുൻപ് തുടങ്ങിയ പണികൾ പാതി പോലും ആയിട്ടില്ല. വിരലിൽ എണ്ണാവുന്ന ദിവസം കൊണ്ട് ഇവ തീർക്കാനുമാകില്ല. ഈ അവസ്ഥയിൽ പോലീസ് സ്റ്റേഷൻ റോഡിലൂടെയായിരിക്കും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുക. എന്നാൽ മമ്മിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചാൽ നേരത്തെ പറഞ്ഞ 2 വഴികളിൽ ഒന്ന് മാത്രമേ തിരഞ്ഞെടുക്കാനാകൂ. ഇത് കണ്ടറിഞ്ഞ് എത്രയും പെട്ടെന്ന് റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തി തടി തപ്പാൻ ഉദ്യോഗസ്ഥർ നെട്ടോട്ടം തുടങ്ങി. ക്ഷേത്രവും പരിസരവും വൃത്തിയാക്കുന്നതിന് ദേവസ്വം വിവിധ വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഈ മാസം 9 മുതൽ അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി. കേരളത്തിന്റെ അധികാരപരിധിയിൽ വരുന്ന 12 നോട്ടിക്കൽ മൈൽ പ്രദേശത്താണ് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയത്. ഇതിന്റെ ഭാഗമായി അയൽ സംസ്ഥാന ബോട്ടുകളോട് നിരോധനം നിലവിൽ വരുന്നതിന് മുൻപ് കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകി. ട്രോളിംഗ് നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താൻ തടസ്സമില്ല. ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ സൗജന്യ റേഷൻ നൽകും. മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനുമാണ് നിരോധനം. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട യന്ത്രവൽകൃത ബോട്ടുകൾ തീരം വിട്ടുപോകാൻ ഉത്തരവ്. ട്രോളിംഗ് നിരോധനം ജില്ലയുടെ തീരദേശത്ത് കാര്യക്ഷമമായി നടപ്പാക്കാൻ ജില്ലാ കളക്ടർ TV അനുപമയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെയും യോഗം തീരുമാനിച്ചു. നിരോധനത്തിന്റെ ഭാഗമായി ജില്ലയുടെ തീരപ്രദേശത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന മുഴുവൻ യന്ത്രവൽകൃത ബോട്ടുകളും തീരം വിട്ടുപോകണം. അല്ലാത്തവ ബേസ് ഓഫ് ഓപ്പറേഷനിൽ നങ്കൂരമിടണം. പരമ്പരാഗത വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള ട്രോളിംഗ് അനുവദിക്കില്ല. മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളും. അഴീക്കോട് ഹാർബറിൽ ട്രോൾ നിരോധന കാലത്ത് 24 മണിക്കൂറും പോലീസ് സാന്നിധ്യം ഉറപ്പാക്കും. പോലീസ് പട്രോളിംഗും ശക്തമാക്കും. ഈ കാലയളവിൽ കടലിൽ പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികൾ ബയോമെട്രിക് കാർഡ് കൈവശം കരുതണമെന്ന് നിർദ്ദേശമുണ്ട്.
കളർ കോഡിംഗ് പൂർത്തിയാകാത്ത ബോട്ടുകളും വള്ളങ്ങളും കളർ കോഡിംഗ് പൂർത്തീകരിക്കണം. കോസ്റ്റൽ പെട്രോളിംഗ് ശക്തമാക്കാനും റൂറൽ ജില്ലാ പോലീസ് ചീഫിന് നിർദ്ദേശം നൽകാനും യോഗം തീരുമാനിച്ചു. TCV ന്യൂസ്, തൃശൂർ. ജില്ലയിൽ മലയോര ഹൈവേ നിർമ്മിക്കുന്നതിനായി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്ത് കല്ലിടാൻ നടപടി തുടങ്ങിയതായി ജില്ലാ വികസന സമിതി യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. 12 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നത്. 3 ഘട്ടങ്ങളിലായാണ് മലയോര ഹൈവേ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. 1-ാം ഘട്ടത്തിൽ ചാലക്കുടി മണ്ഡലത്തിലെ വെള്ളിക്കുളങ്ങര മുതൽ വെറ്റിലപ്പാറ പാലം വരെയും 2-ാം ഘട്ടത്തിൽ പട്ടിക്കാട് മുതൽ വെള്ളിക്കുളങ്ങര വരെയും 3-ാം ഘട്ടത്തിൽ പാലങ്ങളുമാണ് നടപ്പിലാക്കുക. പ്രളയകാലത്തെ കൃഷിനാശത്തിന് നഷ്ടപരിഹാരമായി ജില്ലയിലെ കർഷകർക്ക് 23 കോടിയിൽ പരം രൂപ അനുവദിച്ചതായി കൃഷിവകുപ്പ് അറിയിച്ചു. വിവിധ കേസുകളായി ജില്ലയിൽ പിടിച്ചെടുത്ത 680ഓളം വാഹനങ്ങൾ ലേലം ചെയ്യാൻ നടപടിയെടുത്തതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ കേരളത്തിന്റെ ഡ്രഗ് ഹബ്ബായി മാറിയെന്ന ജില്ലാ ജഡ്ജ് സോഫി തോമസ്. കുട്ടികൾ വഴിതെറ്റുന്നതിൽ രക്ഷിതാക്കൾക്കും പങ്കുണ്ടെന്നും ജില്ലാ ജഡ്ജ്. ആഗോള രക്ഷാകർതൃ ദിനത്തോടനുബന്ധിച്ച് വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ റെസ്പോൺസിബിൾ പാരന്റിംഗ് എന്ന വിഷയത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ ജഡ്ജ് സോഫി തോമസ്. സ്വന്തം സുഖവും സന്തോഷവും മാത്രം തേടിപ്പോകുന്ന രക്ഷകർത്താക്കൾക്ക് കുട്ടികൾ വെറും ബൈ പ്രോഡക്റ്റുകൾ മാത്രമായി മാറുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ കുട്ടികൾ തെറ്റായ വഴിയിലൂടെ പോവുകയും പലവിധമായ പീഡനങ്ങൾക്ക് ഇരയാകുകയും ചെയ്യുന്നു. ഇതിന് സാഹചര്യം ഒരുക്കി നൽകുന്ന രക്ഷകർത്താക്കൾ സ്വയം വിലയിരുത്തൽ നടത്തുന്നത് നന്നായിരിക്കുമെന്നും ജില്ലാ ജഡ്ജ് അഭിപ്രായപ്പെട്ടു. നമുക്കറിയാം, ഇന്ന് തൃശ്ശൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഡ്രഗിന്റെ ഒരു ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ല. ഓരോ ദിവസവും നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലും വന്നു വീഴുന്ന മയക്കുമരുന്നുകളുടെ അളവ് കേട്ടാൽ നമ്മൾ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഇതെല്ലാം വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കാണ്. നമ്മുടെ കുടുംബങ്ങളിലെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളുടെ നാശത്തിനായിട്ടാണ് ഈ ഓരോ ലോഡും ഇവിടെ എത്തി വരുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ തെറ്റും ശരിയും ഏതെന്ന് മനസ്സിലാക്കി കൊടുത്ത് നല്ല വഴിക്ക് നയിക്കാനുള്ള ഒരു പാഠം കൊടുത്ത് ശരി സ്വീകരിക്കുവാനും തെറ്റ് നിഷേധിക്കുവാനുമുള്ള ഒരു കരുത്തുള്ള മക്കളായിട്ട് നമ്മൾ അവരെ മാറ്റിയില്ലെങ്കിൽ നാളെ നമ്മൾ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങൾ ജയിലറകളിൽ കഴിയുന്നത് നമ്മൾ പോയി കണ്ണീരോടെ കാണേണ്ടി വരും. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായുള്ള കരുതൽ സ്പർശം കൈകോർക്കാം കുട്ടികൾക്കായി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ചെമ്പൂക്കാവ് മുണ്ടശ്ശേരി ഹാളിൽ നടന്ന ചടങ്ങിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് A. ഇന്ദുചൂടൻ മുഖ്യപ്രഭാഷണം നടത്തി. DLSA സെക്രട്ടറി KP ജോയ് അധ്യക്ഷത വഹിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ KG വിശ്വനാഥൻ, വനിതാ സംരക്ഷണ ഓഫീസർ S. ലേഖ, ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ S. സുലക്ഷണ, പ്രോഗ്രാം ഓഫീസർ KK ചിത്രലേഖ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ KG രാഗപ്രിയ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. കേരളവർമ്മ കോളേജിലെ അധ്യാപികയായ ദീപ നിഷാന്തിന്റെ കവിതാമോഷണ വിവാദത്തിൽ കോളേജ് പ്രിൻസിപ്പൽ UGCക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കവിതാമോഷണത്തെക്കുറിച്ച് കോളേജ് തലത്തിൽ ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ആരിൽ നിന്നും പരാതി ലഭിക്കാത്തതിനാലാണ് അന്വേഷണം നടക്കാഞ്ഞതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കവിതാമോഷണ വിവാദത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നേരത്തെ UGC നിർദ്ദേശിച്ചിരുന്നു. സ്റ്റാഫ് കൌൺസിൽ യോഗം ചേർന്ന് എല്ലാവരിൽ നിന്ന് അഭിപ്രായം തേടിയ ശേഷമാണ് പ്രിൻസിപ്പൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ UGC ദീപ നിഷാന്തിൽ നിന്ന് നേരിട്ട് വിശദീകരണം തേടും എന്നാണ് സൂചന. കവി S. കലേഷിന്റെ കവിത മോഷ്ടിച്ച് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിച്ചു എന്നാണ് ദീപ നിഷാന്തിനെതിരെയായുള്ള ആരോപണം. കളനാശിനിയായ ഗ്ലൈഫോസേറ്റ് അടങ്ങിയ ഉൽപ്പന്നങ്ങളും സംസ്ഥാനത്തിനകത്ത് നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ജില്ലയിലെ കീടനാശിനി മൊത്ത വിതരണ ചില്ലറ വിൽപ്പന ലൈസൻസുകളിൽ നിന്നും ഗ്ലൈഫോസേറ്റ് അടങ്ങിയ കളനാശിനികളും റദ്ദു ചെയ്യുന്നതിനായി വ്യാപാരികൾ ലൈസൻസുകൾ കൃഷിഭവനുകളിൽ നൽകണമെന്ന് ഉത്തരവിൽ പറയുന്നു. കർഷകർ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്ന് തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് നടപടി. നിയുക്ത ഗ്വാളിയർ ബിഷപ്പ് മാർ ജോസഫ് തൈക്കാട്ടിന് ആശംസാ പ്രവാഹം. കഴിഞ്ഞ ദിവസമാണ് ഏനാമാവ് ഇടവകാംഗമായ ഫാദർ ജോസഫ് തൈക്കാട്ടിലിനെ ബിഷപ്പായി നിയമിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്തരവിറക്കിയത്. ആഗ്രയിൽ വൈദികനായി സേവനം ചെയ്യുന്ന നിയുക്ത ബിഷപ്പ് ഫാദർ ജോസഫ് തൈക്കാട്ടിൽ കോഞ്ചിറമുത്തിയുടെ തിരുനാളിൽ പങ്കെടുക്കുന്നതിനായാണ് നാട്ടിലെത്തിയത്. ഫാദർ ജോസഫ് തൈക്കാട്ടിലിന്റെ സ്ഥാനലബ്ധിയിൽ ആശംസകളുമായി നിരവധി പേരാണ് എത്തിയത്. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂ സ്ഥാനത്ത് സഹായമെത്രന്മാർ ടോണി നീലങ്കാവിൽ, MLA മുരളി പെരുന്നെല്ലി തുടങ്ങിയവരും നിരവധി വൈദിക സന്യസ്ത ശ്രേഷ്ഠരും ആശംസകൾ നേർന്നു.
തൃശൂർ നായ്ക്കനാൽ ജംഗ്ഷനിലെ അനധികൃത കയ്യേറ്റം സംബന്ധിച്ച് മേയർക്ക് കൌൺസിലറുടെ പരാതി. നായ്ക്കനാൽ ജംഗ്ഷനിലെ ഗ്രീൻ പാർക്ക് ഹോട്ടൽ കോർപ്പറേഷൻ സ്ഥലം അനധികൃതമായി കയ്യേറ്റം നടത്തിയത് അന്വേഷിക്കണമെന്നും കയ്യേറ്റം പൊളിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൌൺസിലർ എ പ്രസാദാണ് മേയർക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്കും പരാതി നൽകിയത്. പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തി അടിയന്തര നടപടി എടുക്കുമെന്ന് മേയറും സെക്രട്ടറിയും പറഞ്ഞതായി പ്രസാദ് വ്യക്തമാക്കി. കോർപ്പറേഷൻ സ്ഥലം ഹോട്ടൽ കയ്യേറിയതായി TCV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ മൗന സമ്മതത്തോടെയാണ് കയ്യേറ്റം നടക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ കയ്യേറ്റങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും കൌൺസിലർ പ്രസാദ് പറഞ്ഞു. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരിയിൽ സഹോദരങ്ങളെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരശ്ശേരി തെക്കേക്കരയിൽ മണിത്തറ കീഴ്ശ്ശേരി കൃഷ്ണകൃപയിൽ ശ്രീധരൻ മകൻ 47 വയസ്സുള്ള പ്രഭാകരൻ, ഇയാളുടെ മൂത്ത സഹോദരൻ 51 വയസ്സുള്ള മുരളീധരൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ട്. കാറ്ററിംഗ് തൊഴിലാളികളായ ഇവർ മുള്ളൂർക്കരയിലെ വീട്ടിൽ 1 വർഷത്തോളമായി താമസിച്ചു വരികയാണ്. മരണകാരണം അറിവായിട്ടില്ല. ഇവരിൽ മുരളീധരൻ അസുഖബാധിതനായിരുന്നു. ഇവരവസാനമായി കണ്ടത് 4 ദിവസങ്ങൾക്ക് മുൻപാണെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. എടക്കഴിയൂരിൽ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ മൃതദേഹം കബറടക്കി. വിദേശത്തുള്ള ഭർത്താവ് അണ്ടത്തോട് ആലുങ്ങൽ റഹീം എത്തിയതിനു ശേഷമാണ് മൃതദേഹം കബറടക്കിയത്. എടക്കഴിയൂർ മാടത്തയിൽ അഹമ്മദിന്റെ മകൾ ഷജീറിയെ വെള്ളിയാഴ്ച പുലർച്ചെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ ഉമ്മയും അനിയത്തിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് വിശകലനം ചെയ്യുന്നതിനുള്ള CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തൃശൂരിൽ നടന്നു. ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായിരുന്ന CPIയിലെ രാജാജി മാത്യു തോമസിന്റെ പരാജയവും തൃശൂർ അസംബ്ലി മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതുമാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൂക്കേരിയുടെ അധ്യക്ഷതയിലാണ് യോഗം. സിറ്റിംഗ് MP CN ജയദേവിനെ മാറ്റി രാജാജി മാത്യു തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയതും യോഗം ചർച്ച ചെയ്തു. 14ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ കുന്നംകുളത്ത് വിതരണം ചെയ്തു. പുരസ്കാര സമർപ്പണ ചടങ്ങ് കഥാകൃത്ത് T. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. CCTV എന്ന സ്ഥാപനം വിദ്യാഭ്യാസ മേഖലയ്ക്കായി ചെയ്ത പ്രവൃത്തികൾ മഹത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ നിർധന കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിന്റെ വിതരണോദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി CCTV നടത്തിയ ക്യൂസ് ഓഫ് ഹാർട്ട് പ്രശ്നോത്തരി മത്സരത്തിലെ ആദ്യ 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 1 ലക്ഷം രൂപയുടെയും 50,000 രൂപയുടെയും 25,000 രൂപയുടെയും ക്യാഷ് പ്രൈസ് KV അബ്ദുൽ ഖാദർ MLA സമ്മാനിച്ചു. സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയായ കവിയും തിരക്കഥാകൃത്തുമായ PN ഗോപികൃഷ്ണൻ, നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുമ ഗംഗാധരൻ, ചലച്ചിത്ര താരം കുമാരി കൃതിക പ്രദീപ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, ബഥനി സെന്റ് ജോൺസ് സ്കൂൾ മാനേജർ ഫാദർ സോളമൻ OIC, പ്രിൻസിപ്പൽ ഫാദർ പത്രോസ് OIC, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി KV രാജൻ, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് മാനേജിംഗ് ഡയറക്ടർ K. ഗോവിന്ദൻ, സിഡ്കോ ഡയറക്ടർ TV ജോൺസൺ, COA ജില്ലാ ഭാരവാഹികളായ P. ആന്റണി, അമ്പലപ്പാട്ട് മണികണ്ഠൻ, കേരള വിഷൻ ചെയർമാൻ ജയപ്രകാശ്, മാനേജിംഗ് ഡയറക്ടർ PB സുരേഷ്, വിസ്ഡം കോളേജ് മാനേജിംഗ് ഡയറക്ടർ K. കൃഷ്ണകുമാർ, പ്രസ് ക്ലബ് സെക്രട്ടറി മോഹൻദാസ് എലത്തൂർ, CCTV ചെയർമാൻ KC ജോൺസൺ, മാനേജിംഗ് ഡയറക്ടർ എബ്രഹാം ലിങ്കൻ എന്നിവർ സംസാരിച്ചു. 3 നഗരസഭകളും 30 പഞ്ചായത്തുകളും പ്രവർത്തന പരിധിയായിട്ടുള്ള CCTVയുടെ നെറ്റ്വർക്ക് മേഖലയിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച CCTV വരിക്കാർക്കാണ് വിദ്യാഭ്യാസ പുരസ്കാരം സമ്മാനിച്ചത്. മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ BK ഹരിനാരായണൻ, പ്ലാറ്റിനം ടാലന്റ് ഷീൽഡിൽ ഓസ്കാർ നേടിയ ശ്രീദേവ് കൃഷ്ണ, MSc 2ാം റാങ്ക് ജേതാവ് AG കൃഷ്ണപ്രിയ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ PhD നേടിയ PS ശാരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അന്തരിച്ച കേബിൾ ഓപ്പറേറ്റർ KL ജോസിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡ് +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ ഗുരുവായൂർ LF കോൺവെന്റ് സ്കൂളിലെ K. സ്നിയ സ്റ്റാൻലിക്ക് സമ്മാനിച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്ക് പുറമെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, അനുബന്ധ സ്ഥാപനങ്ങളിലെ ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. TCV ന്യൂസ്, കുന്നംകുളം. ഇടവേള. നിന്റെ ലാച്ച, നിന്റെ ജീൻസും ഷർട്ടും, ഉമ്മുമ്മ ഇത്താത്തക്ക് 2 സാരി. നിങ്ങളെ ഞാൻ മറക്കുവോ?
സന്തോഷം പങ്കിടുമ്പോഴാണ് ആഘോഷങ്ങൾ പൂർണ്ണമാകുന്നത്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ബിഗ് റംസാൻ സെയിൽ. ഓരോ ഷോപ്പിങ്ങിനൊപ്പം നേടൂ ഫ്രീ ഷോപ്പിംഗ്. ഇങ്ങോട്ട് നിൽക്ക്. ചെറിയ പെരുന്നാള് നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുമ്പോൾ ഇനി റംസാൻ വിശേഷങ്ങളുമായി റംസാൻ മുബാറക്. സ്ത്രീകൾക്ക് പെരുന്നാൾ മൈലാഞ്ചി മൊഞ്ചിൻ്റേതു കൂടിയാണ്. പുത്തനുടുപ്പും അതിനൊത്ത മാലയും വളയും കമ്മലും അണിയുമ്പോൾ ഒപ്പം മൈലാഞ്ചിയുടെ ചന്തം ഒന്ന് വേറെ തന്നെയാണ്. മുഞ്ചത്തി കൈകളിൽ വിരിയുന്ന മൈലാഞ്ചി അഴകിന്റെ ചന്തം നിറഞ്ഞ കാഴ്ചകളിലേക്ക്. നഹികളെ മാറിത്താലിൻ കഫകിന്ന് ഉള്ളേ കമീസുകളെടുത്തിടല്ലേ അപ്പളമത്തിരമിറവ് വീണുട ചൊന്ത് മുത്തനൊടുത്ത ഉടുപ്പിനെയങ്ങ് പറ്റിയെടുത്തു കൊടുത്തവനങ്ങ്. പെരുന്നാൾ വന്നാൽ പിന്നെ മുസ്ലിം ഭവനങ്ങളിൽ മൈലാഞ്ചിയുടെ മണമാണ്. വിവിധതരം മൈലാഞ്ചി കൂട്ടുകളുമായി മുഞ്ചത്തിമാരും കുട്ടിക്കൂട്ടങ്ങളും ഒത്തുകൂടും. നല്ല ചിത്രങ്ങളുള്ള മൈലാഞ്ചി മുഞ്ച് കയ്യിലാക്കുകയാണ് ലക്ഷ്യം. മുഴങ്ങുന്ന തക്ബീറിന്റെ ഈരടികൾ മനസ്സിലും ചുണ്ടിലും പകർന്ന് ഈദ്ഗാഹിലേക്ക് നീങ്ങുമ്പോൾ ആരുടെ കൈയാണ് കൂടുതൽ ചുമക്കുന്നതെന്നറിയാനുള്ള വെമ്പലും ഇവർക്കുണ്ടാവും. പണ്ടൊക്കെ മൈലാഞ്ചി പറിക്കാൻ പോകുന്നതും അമ്മിയിലിട്ട് അരച്ച് പാകമാക്കുന്നതുമെല്ലാം പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഇന്നെല്ലാം റെഡിമെയ്ഡാണ്. മെഹന്തി കോണുകൾക്കാണ് ആവശ്യക്കാരേറെയും. ഏതു തരത്തിൽ വേണമെങ്കിലും പെട്ടെന്നിടാവുന്ന കോൺ മൈലാഞ്ചികളാണ് വിപണിയിലെ താരം. ചിത്രം വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നതാണ് ഇതിന്റെ പ്രത്യേകത. അറേബ്യൻ, ഉത്തരേന്ത്യൻ, പാകിസ്ഥാനി, പേർഷ്യൻ എന്നിങ്ങനെ മൈലാഞ്ചി വരകളുടെ ഡിസൈനുകൾ ഒരുപാടുണ്ട്. കൂട്ടത്തിൽ അറേബ്യൻ സ്റ്റൈലിനോടാണ് ഏവർക്കും പ്രിയം. ഇടാനുള്ള എളുപ്പവും പുതുതലമുറയിലുള്ള കുട്ടികളുടെ ഇഷ്ടമനുസരിച്ച് പല മോഡലുകളിൽ സ്വയം ഡിസൈൻ ചെയ്യാമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ബിഗ് ബി, റെഡി ബി, ഹസ്ബ്, മെഹ്റൂബ എന്നിങ്ങനെ പല പേരുകളിലാണ് മൈലാഞ്ചി കോണുകൾ വിപണിയിലെത്തുന്നത്. മൈലാഞ്ചി ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ചുവപ്പ് കിട്ടണമെന്ന് ഏവർക്കും നിർബന്ധമുള്ളതിനാൽ മൈലാഞ്ചി കോണുകളിൽ മൈലാഞ്ചിക്ക് പുറമെ നല്ല നിറം കിട്ടാനായി യൂക്കാലി പോലുള്ള വസ്തുക്കളും ചേർക്കാറുണ്ട്. എന്തൊക്കെയായാലും പഴയകാലത്തെ ആഘോഷപ്പെരുമയില്ലെങ്കിലും കിന്നാരം ചൊല്ലിയും പാട്ടുപാടിയും കൈകളിലും കാൽപാദങ്ങളിലും മൈലാഞ്ചി കൊണ്ട് ചിത്രപ്പണികൾ ഒരുക്കി മനോഹരമാക്കുന്ന തിരക്കിലാണ് ഈ മുഞ്ചത്തികൾ. TCV ന്യൂസ്, തൃശൂർ. പരസ്പര സ്നേഹത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഇഴയടപ്പം ഊട്ടിയുറപ്പിക്കുകയാണ് ഇഫ്താർ സംഗമങ്ങളുടെ വേദി കൂടിയാണ് ഓരോ പെരുന്നാൾ കാലവും. റമദാൻ മാസം ഓരോ മുസ്ലിം മത വിശ്വാസികളെ സംബന്ധിച്ചും വ്രതവിശുദ്ധിയുടെ പുണ്യദിനങ്ങളാണ്. പെരുന്നാൾ നാളുകളിലെ നോമ്പുതുറയോടനുബന്ധിച്ച് നടത്തുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഇഫ്താർ സംഗമങ്ങൾ. കാലത്തിന്റെ അനിവാര്യത കണക്കെ ഓരോ ഇഫ്താർ സംഗമങ്ങളും മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതാണ്. ജാതി മതഭേദമന്യേ ഏവരും ഈശ്വര ഇച്ഛയ്ക്കനുസരിച്ച് സാഹോദര്യ സ്നേഹം പങ്കുവെക്കുന്ന കേന്ദ്രങ്ങളായി ഓരോ ഇഫ്താർ സംഗമങ്ങളും മാറിക്കഴിഞ്ഞു. ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ വേർതിരിവുകൾ ഏതുമില്ലാതെ നാടൊട്ടുക്കും നടന്നുവരുന്ന ഇഫ്താർ സംഗമങ്ങളിൽ ഇതര മതസ്ഥരുടെ പങ്കാളിത്തവും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇത് മതസൗഹാർദ്ദത്തിന്റെ ആഴം വ്യക്തമാക്കി തരുന്നു. സ്വന്തം വിശ്വാസം കണക്കെ ഇതര മതവിശ്വാസികൾ മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം ഒത്തൊരുമിച്ച് നോമ്പാചരിക്കുന്നത് മലയാളിയെ സംബന്ധിച്ചിന്ന് കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചയെയല്ല, മതമെന്നതിലപ്പുറമായി സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഇഴുകിച്ചേരലുകളാണ് ഓരോ നോമ്പുകാലവും നമുക്ക് സമ്മാനിക്കുന്നത്. ഇത്തരം ഇഫ്താർ കൂടിച്ചേരലുകൾ മനുഷ്യ മനസ്സുകളിലെ വിശുദ്ധിയുടെ ആഴം തൊട്ടറിയാനുള്ള ഓരോ അവസരങ്ങൾ കൂടിയായി മാറുകയാണ്. കുപ്രസിദ്ധ മോഷ്ടാവായ സുനാമി ജയസൻ പോലീസ് പിടിയിലായി. പരിയാരം കമ്പളം സ്വദേശി ചേരിയാക്കര വീട്ടിൽ ജയസിനെ ചാലക്കുടി ഡിവൈഎസ്പി കെ ലാൽജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ പിന്തുടർന്ന് സാഹസികമായി പിടികൂടുകയായിരുന്നു. ജനുവരിയിൽ പാലക്കാട് കുഴൽമന്ദത്തെ ഒരു വീട് കുത്തി തുറന്ന് 15 പവൻ സ്വർണവും 20,000-ഓളം രൂപയും, ചന്ദ്രാപ്പിനിയിലെ ഒരു വീട്ടിൽ നിന്നും 5 പവനും 15,000 രൂപയും മോഷണം ചെയ്തതായും മറ്റ് 3 മോഷണ വിവരവും ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ജയസിനെ പിടികൂടിയതോടെ വിവിധ ജില്ലകളിലെ 6ഓളം മോഷണങ്ങൾക്ക് തുമ്പായി. മറ്റൊരു മോഷണ കേസിൽ വിയൂർ സെൻട്രൽ ജയിലിലായിരുന്ന അയാൾ കഴിഞ്ഞ ഡിസംബർ പകുതിയോടെ പുറത്തിറങ്ങുകയും മോഷണം തുടരുകയുമായിരുന്നു. പഴയന്നൂർ വ്യവസായ പാർക്കിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ചെറുകിട വ്യവസായ സംരംഭങ്ങൾ അടച്ചുപൂട്ടുന്നതിനെ സംബന്ധിച്ച് ജില്ലാ ADMന്റെ നേതൃത്വത്തിൽ പഴയന്നൂർ പഞ്ചായത്ത് ഹാളിൽ സംയുക്ത യോഗം ചേർന്നു. യോഗത്തിൽ ADM റെജി ജോസഫ്, ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ ഡോക്ടർ കൃപകുമാർ,
സിഡ്കോ മാനേജർ ജസ്റ്റിൻ ജോസ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസർ സുശീല, പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശവാസികളായ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ടു പോവില്ല എന്നും എല്ലാ കാര്യങ്ങളും പുനഃപരിശോധിച്ച് വരും ദിവസങ്ങളിൽ യോഗം വിളിക്കുമെന്നും ADM അറിയിച്ചു. തിരുവില്ലാമല പട്ടിപ്പറമ്പിൽ കുറുമങ്ങാട് പാടശേഖരത്തിന് സമീപമുള്ള തോട്ടിൽ വൃദ്ധനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടിപ്പറമ്പ് മേപ്പാട്ടുകുന്ന് 71 വയസ്സുള്ള മാണിക്കിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനയിടഞ്ഞ് പാപ്പാന് പരിക്ക്. ആനത്താവളത്തിൽ തളച്ചിരുന്ന ഒറ്റക്കൊമ്പൻ ജൂനിയർ ചന്ദ്രശേഖരനാണ് രാവിലെ 10ഓടെ ഇടഞ്ഞത്. ബാലു എന്ന ആനയുടെ പാപ്പാൻ പാലക്കാട് സ്വദേശി ജ്യോതി പ്രകാശനാണ് പരിക്കേറ്റത്. ആനത്താവളത്തിന്റെ തെക്കേ അറ്റത്തായി തളച്ചിരുന്ന കൊമ്പന് വെള്ളം നൽകാനായി പാപ്പാൻ KB ശിവൻ അടുത്തേക്ക് വന്നതോടെയാണ് ആന പ്രകോപിതനായത്. മുൻകാലിലെ ചങ്ങല വലിച്ചു പൊട്ടിക്കുകയും തുടർന്ന് പരിസരത്തെ മരങ്ങൾ പിഴുതെറിയുകയും ചെയ്തു. പിൻകാലിൽ ചങ്ങലയുണ്ടായിരുന്നതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. വടം കെട്ടി ആനയെ നിയന്ത്രിക്കുന്നതിനിടയിൽ കയറിൽ കുടുങ്ങിയതിനെ തുടർന്ന് ജ്യോതി പ്രകാശിന്റെ കൈ ഒടിയുകയായിരുന്നു. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതപ്പാടിന്റെ ലക്ഷണമാണ് ആന ഇടയാൻ കാരണമെന്ന് പാപ്പാന്മാർ പറഞ്ഞു. തൃക്കൂരിൽ മണലി പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയ സംഭവത്തിൽ മീൻ വളർത്തൽ കേന്ദ്രത്തിന്റെ ഉടമകളായ 4 പേർക്കെതിരെ കേസെടുത്തു. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. തൃക്കൂർ, പുത്തൂർ ആരോഗ്യ വിഭാഗത്തിന്റെയും പഞ്ചായത്തുകളുടെയും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. മീൻ വളർത്തൽ കേന്ദ്രത്തിൽ കെട്ടിനിർത്തിയ മലിനജലം ഒന്നടങ്കം പുഴയിലേക്ക് ഒഴുക്കിവിട്ടതുമൂലം വെള്ളത്തിൽ അമോണിയം, കോളിഫോം എന്നിവയുടെ അളവ് കൂടിയതായും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പുഴയിലെ വെള്ളം ഉപയോഗിക്കരുതെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. പുഴയിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ഒഴുകിപ്പോകാതെ കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കരുതെന്ന നിർദ്ദേശവുമുണ്ട്. പീച്ചി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട് പുഴയിലെ മലിനജലം ഒഴുക്കിക്കളയാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയെങ്കിലും ഡാമിൽ വെള്ളം കുറവായതിനാൽ അത് പ്രായോഗികമായില്ല. ഇനി ശക്തമായ മഴ പെയ്താൽ മാത്രമാണ് പുഴയിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ഒഴുകിപ്പോകുകയുള്ളൂവെന്നും അതുവരെ കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കാൻ പാടില്ലെന്നും ജില്ലാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. മാലിന്യം ഒഴുക്കിവിട്ടതോടെ മലിനമായ പുഴ വീണ്ടെടുക്കാനായുള്ള ചെലവ് ഉടമകളിൽ നിന്നും ഈടാക്കുമെന്നും ജില്ലാ ഹെൽത്ത് ഇൻസ്പെക്ടർ PK രാജു പറഞ്ഞു. ഈ പ്രവർത്തനം കൊണ്ട് പുഴ മലിനമാകുകയും ജലസ്രോതസ്സുകൾ മലിനമാകുകയും പഞ്ചായത്തുകൾക്ക് ഭീമമായിട്ടുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വികസനത്തിന് ഉപയോഗിക്കേണ്ട ഫണ്ട് ഇത്തരം ക്രിമിനൽ കുറ്റത്തിലൂടെ ഉള്ള ജലമലിനീകരണത്തിന് ചെലവാക്കുന്നത് പഞ്ചായത്തുകൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഈ ചെലവാകുന്ന മുഴുവൻ പൈസയും നിലവിലുള്ള നിയമം അനുസരിച്ച് ഈ സ്ഥല ഉടമസ്ഥൻ്റെയും ഈ ഫേം നടത്തിപ്പുകാരുടെയും പേരിൽ തിരിച്ചുപിടിക്കുന്നതിനായിട്ടുള്ള നടപടികൾക്കായിട്ട് ശുപാർശ ചെയ്യുന്നു. തൃക്കൂർ, അളഗപ്പ നഗർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലായി 6500 കുടുംബങ്ങളാണ് മണലിപ്പുഴയിലെ അയ്യപ്പൻകുന്ന് കുടിവെള്ള പദ്ധതിയെ ആശ്രയിക്കുന്നത്. മാലിന്യ പ്രശ്നത്തെ തുടർന്ന് 6 ദിവസമായി കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് നിർത്തിവെച്ചതോടെ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് പ്രദേശത്ത് നേരിടുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിച്ചു നൽകുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും വെള്ളം ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. TCV ന്യൂസ്, പുതുക്കാട്. കലു പച്ചളിപ്പുറത്ത് റോഡിൽ മദ്യവിൽപ്പന നടത്തിയയാളെ എക്സൈസ് സംഘം പിടികൂടി. കാവലൂർ മരോട്ടിക്കുന്നൻ വീട്ടിൽ സതീശനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 4.25 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. ചെറിയ കുപ്പികളിൽ മദ്യം പകർത്തി വിൽപ്പന നടത്തുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പ്രിവന്റീവ് ഓഫീസർ VA ഉമ്മറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ കോടനാട് കൊട്ടാരം കൊള്ള ചെയ്ത സംഘത്തിലെ അംഗമാണ് സതീശൻ. മാർഗം കളിയുടെ പരമ്പരാഗത ചുവടുകൾ പുതുതലമുറയ്ക്കായി പകർന്നു നൽകാൻ ഒരുങ്ങുകയാണ് ഇവർ. സാംസ്കാരിക വകുപ്പിന്റെ സർഗലയ പദ്ധതി പ്രകാരമാണ് നൃത്ത അധ്യാപകർക്ക് ശാസ്ത്രീയ പരിശീലനം ഒരുക്കിയത്. കേരളത്തിലെ 10 പൈതൃക കലകളെ പരിരക്ഷിക്കുന്ന ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണ് റൂറൽ ആർട്ട് ഹബ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ദിവസത്തെ മാർഗംകളി പരിശീലന ക്യാമ്പ് ഒരുക്കിയത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 40ഓളം നൃത്താധ്യാപകരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഇവരിൽ പകുതിയോളം പേർ പുരുഷന്മാരാണ്. വന്ദനഗാനവും 14 പാദങ്ങളുമടങ്ങുന്ന മാർഗംകളിയുടെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ ചുവടുകളെ പരിചയപ്പെടുത്തുന്ന ഉദ്യമമാണിതെന്ന് മാർഗംകളി പരിശീലകൻ OD വർക്കി അഭിപ്രായപ്പെടുന്നു. യുവജനോത്സവത്തിൽ ഈ മത്സര ഇനം വന്നതോടുകൂടി പ്രത്യേകിച്ചും ഇന്നത്തെ പുതിയ ക്രൈസ്തവ സമൂഹത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ ഇത് ഉൾപ്പെടുത്താൻ സഭയുടെ അധികാരികളും ഇത് വളരെയധികം മുന്നോട്ട് വന്നപ്പോൾ ഈ കലാരൂപം ഇന്ന് കേരളത്തിൽ പ്രചാരത്തിലായി എന്നുള്ളതാണ്. മാർഗംകളിയുടെ ആട്ടപ്രകാരം എന്നാണ് അറിയപ്പെടുന്നത്. വന്ദനഭാഗവും 14 പാദങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ഇന്ന് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സുറിയാനി ക്രിസ്ത്യാനികളുടെ അനുഷ്ഠാന കലാരൂപമായിരുന്ന മാർഗംകളി
പണ്ടുകാലത്ത് കുരിശുതറയ്ക്ക് മുന്നിൽ കുരിശു കുടുമ കെട്ടിയാണ് അവതരിപ്പിക്കാറുള്ളത്. ചട്ടയും മുണ്ടും മേക്കാമോതിരവും അടങ്ങുന്ന പരമ്പരാഗത വസ്ത്രധാരണ രീതിയും ഈ കലാരൂപത്തിന്റെ സവിശേഷതയാണ്. ക്രിസ്തു ശിഷ്യനായ തോമസ് ലിഹായുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന വാമൊഴികളായിരുന്നു മാർഗംകളിയുടെ ശീലുകളായി മുഴങ്ങിയിരുന്നത്. പൈതൃക കലകളെ പരിരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് ആദ്യമായാണ് ഇത്തരമൊരു ഉദ്യമത്തിലേക്ക് ചുവടുവെച്ചതെന്ന് സർഗലായ പ്രൊജക്ട് ഓഫീസർ പ്രദീപ് കുമാർ വ്യക്തമാക്കി. സ്കൂൾ തലങ്ങളിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിൽ കലയും കരകൗശലവും ഒക്കെ ആയിട്ട് നമ്മുടെ സംസ്കാരത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സാംസ്കാരിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ഇത്തരം പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ കലാകാരന്മാർക്കുള്ള നൈപുണ്യ വികസന പദ്ധതിയുടെ കീഴിൽപ്പെടുത്തിക്കൊണ്ടാണ് സാംസ്കാരിക വകുപ്പ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. തൃശൂരും കോട്ടയത്തുമാണ് മാർഗംകളി ഏറെ പ്രചാരത്തിലുള്ളതെങ്കിലും വിവാഹ ചടങ്ങുകളിലും മറ്റു ആഘോഷങ്ങളുടെ ഭാഗമായും ഈ കലാരൂപം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. യുവജനോത്സവങ്ങളിൽ ഉൾപ്പെടുത്തിയതോടെ മാർഗംകളി കൂടുതൽ ജനകീയമായിട്ടുണ്ടെങ്കിലും ഈ കലാരൂപത്തിന്റെ തനിമ പുതുതലമുറയിലേക്ക് പകരാനുള്ള ഉദ്യമങ്ങളാണ് സർക്കാരിന്റെ റൂറൽ ആർട്ട് ഹബ്ബ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. നീ അച്ഛനെ പോലെയാണെന്നാ എല്ലാരും പറയാറ്. എൻ്റെ അതേ പിടിവാശിയാണ് നിനക്കെന്ന്. അച്ഛൻ്റെ ഏറ്റവും വലിയ വാശി എന്താണെന്നറിയോ? നിനക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം എന്ന വാശി. മോളെ, ഇതച്ഛൻ്റെ സെലക്ഷനാ. കാരണം ഒരു മകളാണ് എന്നും അച്ഛന്റെ ലോകം. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തയിലേക്ക്. 3.5 പതിറ്റാണ്ടിലേറെയായി ഒരേ ഓഫീസിൽ 27 കളക്ടർമാരുടെ നിഴലായി പ്രവർത്തിച്ച KP സത്യൻ എന്ന ദഫേദാർ പടിയിറങ്ങി. കാര്യാട്ടുകര സ്വദേശിയായ കോഴിപ്പറമ്പിൽ പരമേശ്വരൻ സത്യൻ എന്ന ദഫേദാർ 1984 ജനുവരി 20-നാണ് തൃശൂർ കളക്ടറേറ്റിൽ പ്യൂണായി ജോലിക്ക് കയറുന്നത്. കളക്ടറേറ്റിലെ ഡ്രൈവറായിരുന്ന അച്ഛൻ്റെ മരണത്തെ തുടർന്നാണ് 22-ാമത്തെ വയസ്സിൽ ജോലിയിൽ പ്രവേശിച്ചത്. ദിനേശ് ശർമ്മ കളക്ടറായിരിക്കെ 1990-ലാണ് സത്യൻ കളക്ടറുടെ ചേംബറിലെ പ്യൂണാകുന്നത്. പിന്നീട് സത്യൻ പടിയിറങ്ങുന്നതുവരെ കളക്ടറുടെ ചേംബർ വിട്ടുപോകേണ്ടി വന്നിട്ടില്ല. ഇതിനിടയിൽ 27 കളക്ടർമാരുടെ മനോഗതി അറിയാൻ സത്യന് സാധിച്ചു. സത്യന്റെ സത്യസന്ധതയോടെയുള്ള പെരുമാറ്റം മൂലം ഒരാൾക്ക് പോലും സത്യൻ എന്ന വ്യക്തിത്വത്തെ മാറ്റാൻ തോന്നിയില്ല. 2006-ൽ ഡോക്ടർ M. ബീന കളക്ടർ ആയിരിക്കുമ്പോഴാണ് സത്യൻ ദഫേദാറായി നിയമിതനാകുന്നത്. ഇക്കാലം അത്രയും മുണ്ടും ഷർട്ടും മാത്രം ധരിച്ച് പരിചയമുള്ള സത്യൻ ദഫേദാറായാൽ പാൻസ് ഇടേണ്ടി വരുമെന്ന ഭയത്താൽ ആ സ്ഥാനം വേണ്ടെന്നുവരെ എഴുതി കൊടുത്തയാളാണ്. പിന്നീട് കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സ്നേഹോപദേശത്താൽ ദഫേദാറായി 13 വർഷക്കാലം സേവനം തുടർന്നു. കളക്ടറുടെ ശിപായിയായ ഇവർ എപ്പോഴും കളക്ടറുടെ നിഴൽ പോലെ കൂടെയുണ്ടാകും. ജില്ലയിലെ ഏറ്റവും സീനിയറായ ഓഫീസ് അറ്റൻഡറെയാണ് ദഫേദാറായി നിയമിക്കുന്നത്. കളക്ടറുടെ സന്ദർശകരെ നിയന്ത്രിക്കുക, കളക്ടർക്ക് വഴിയൊരുക്കുക, കളക്ടർ ഏൽപ്പിക്കുന്ന മറ്റു ജോലികൾ ചെയ്യുക എന്നിവയാണ് ദഫേദാറിന്റെ ജോലികൾ. സർവീസ് കാലയളവിൽ എല്ലാവരുമായി സൗഹൃദത്തോടെ പെരുമാറാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയും കാലം ഒരേ ഓഫീസിൽ ജോലി ചെയ്യാനായതെന്നും എല്ലാ കളക്ടർമാരും സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നതെന്നും സത്യൻ പറയുന്നു. 35 കൊല്ലം 5 മാസമായിട്ട് കളക്ടർ ഓഫീസിലാണ് ജോലി ചെയ്തു തുടങ്ങുന്നത്. പിയോണായിട്ട് വന്ന് കളക്ടർ ഓഫീസിൽ ജോയിൻ ചെയ്ത് 90 മുതൽ ദിനേശ് ശർമ്മ സാറ് ഉള്ള കാലം തൊട്ട് കളക്ടർ ചേംബറിലായിരുന്നു. 27 കളക്ടർമാർ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ കളക്ടർമാരും നമ്മൾ നല്ല മാതിരി സ്നേഹത്തിലാണ് പെരുമാറി വരുന്നത്. കളക്ടർമാരായ MS ജയ, കൗശികൻ, V. രതീശൻ എന്നിവർ പല സന്ദർഭങ്ങളിലായി സത്യന്റെ വീട്ടിൽ വന്നതും സത്യൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഇക്കാലം അത്രയും സൈക്കിളിൽ മാത്രം സഞ്ചരിച്ചിരുന്ന സത്യൻ കഴിഞ്ഞ 5 മാസമായി ലീവിലാണ്. മെയ് 31-ന് ഔദ്യോഗികമായി വിരമിച്ച സത്യൻ താൻ ചെയ്ത സേവനങ്ങളിൽ തീർത്തും സന്തുഷ്ടനുമാണ്. TCV, തൃശൂർ. മണ്ണുത്തിയിൽ കാറിൽ കടത്തിയ 600 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട 2 പേർ പിടിയിലായി. കോയമ്പത്തൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് കാറിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. പെരുമ്പാവൂർ സ്വദേശികളായ സക്കീർ, ആഷിഖ് എന്നിവരാണ് പിടിയിലായത്. പിടിച്ചെടുത്ത പുകയില ഉൽപ്പന്നങ്ങൾ വിപണിയിൽ 6 ലക്ഷത്തോളം രൂപ വില വരും. നവകേരള സൃഷ്ടിക്ക് കൈത്താങ്ങായി ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ നടപ്പിലാക്കി വരുന്ന ജോയ് ഹോംസ് പദ്ധതിയുടെ ഭാഗമായുള്ള തൃശൂർ ജില്ലയിലെ 4ാമത്തെ വീടിന്റെ താക്കോൽദാനം ചേലക്കര വെങ്ങാനല്ലൂരിൽ നടന്നു.
കേരളം കണ്ട നൂറ്റാണ്ടിന്റെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട വെങ്ങാനല്ലൂർ സ്വദേശിനി വടക്കേക്കര വീട്ടിൽ അമ്പിളി ഷിബുവിനാണ് ജോയ് ആലൂക്കാസ് ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ സംഘടനയായ ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ ജോയ് ഹോംസ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകിയത്. ചുരുങ്ങിയ കാലയളവിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാനം ജോയ് ആലൂക്കാസ് ഡയറക്ടർ ജോളി ജോയ് ആലൂക്കാസ് നിർവഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം സുപ്രിയ സുരേഷ്, ജോയ് ആലൂക്കാസ് റീറ്റെയിൽ മാനേജർ രാജേഷ് കൃഷ്ണൻ, ജോയ് ആലൂക്കാസ് റീജിയണൽ മാനേജർ ജോസഫ്, ജോയ് ആലൂക്കാസ് ഗ്രൂപ്പ് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് DGM TA ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രളയാനന്തര പുനർനിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി സംസ്ഥാനത്താകെ 250 വീടുകളാണ് ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്നത്. തൃശൂർ പട്ടാളം റോഡിന്റെ കുപ്പിക്കഴുത്ത് പൊട്ടാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. വിരാമമാകുന്നത് 45 വർഷത്തെ കാത്തിരിപ്പ്. 45 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് സ്പീഡ് പോസ്റ്റ് ഓഫീസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ രേഖകൾ കഴിഞ്ഞ ദിവസമാണ് കോർപ്പറേഷന് സ്വന്തമായത്. 16.5 സെന്റ് ഭൂമിയാണ് കോർപ്പറേഷൻ ഏറ്റെടുത്തത്. പകരമായി പട്ടാളം റോഡിൽ അത്രയും സ്ഥലം കോർപ്പറേഷൻ പോസ്റ്റൽ വകുപ്പിന് കൈമാറിയ സ്ഥലത്ത് പോസ്റ്റ് ഓഫീസിനാവശ്യമായ 3500 ചതുരശ്ര അടി കെട്ടിടം കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകും. കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നതിനാവശ്യമായ സ്ഥലം ജയ്ഹിന്ദ് കെട്ടിടത്തിൽ കോർപ്പറേഷൻ സൗജന്യമായി വിട്ടു നൽകും. നിലവിലുള്ള പോസ്റ്റ് ഓഫീസ് കെട്ടിടം PWD ബിൽഡിംഗിലേക്ക് മാറ്റിയാലുടൻ ഈ മാസം 10-നകം പഴയ പോസ്റ്റ് ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കുമെന്ന് മേയർ അജിത വിജയൻ അറിയിച്ചു. ജൂൺ 4-5 തീയതികളിൽ നിലവിലുള്ള പോസ്റ്റ് ഓഫീസ് കോർപ്പറേഷന്റെ TWC ബിൽഡിംഗിലേക്ക് മാറുകയും ഇതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും കോർപ്പറേഷൻ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോഡിന് വേണ്ടി എസ്റ്റിമേറ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ കുറേ തുടർ നടപടികൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് അത് പിന്നെ റോഡ് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം. പട്ടാളം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത് 1974 മെയ് 6-നാണ്. അന്നത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന V ശങ്കരമേനോനാണ് ഇത് സംബന്ധിച്ച കത്തിടപാട് ആദ്യം നടത്തിയത്. 2003 മുതലാണ് പട്ടാളം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സജീവമായത്. 2014 ഓഗസ്റ്റ് 8-ന് ചേർന്ന കൗൺസിലിലെ ധാരണപ്രകാരം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിച്ച് നഗരസഭ മേലധികാരികളുമായി ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്താനും ഭൂമി കൈമാറുന്നതിനുള്ള എഗ്രിമെന്റ് വയ്ക്കാനും ധാരണയായി. ഭൂമി കൈമാറ്റത്തിന് 2017 മെയ് 3-ന് ക്യാബിനറ്റ് അപ്രൂവൽ ലഭിച്ചു. ഇതിനിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാനാവശ്യമായ പണം കോർപ്പറേഷൻ കെട്ടിവെക്കണമെന്ന് പോസ്റ്റൽ വകുപ്പ് ആവശ്യപ്പെട്ടത് പുതിയ തർക്കങ്ങൾക്ക് വഴിവെച്ചു. 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കേന്ദ്ര സർക്കാരും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും കോർപ്പറേഷനും നിരവധി തവണ ചർച്ച നടത്തിയ ശേഷമാണ് പോസ്റ്റ് ഓഫീസ് കെട്ടിടം പൊളിക്കാൻ അന്തിമ തീരുമാനമായത്. കഴിഞ്ഞ ദിവസം ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട രേഖകൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും കോർപ്പറേഷനും പരസ്പരം രജിസ്റ്റർ ചെയ്ത് നൽകിയതോടെയാണ് നടപടികൾ അന്തിമഘട്ടത്തിലെത്തിയത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ജില്ലാ റൂറൽ പോലീസിന് പിങ്ക് പെട്രോൾ ടീം. കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് പ്രാമുഖ്യം നൽകിയുമാണ് പിങ്ക് പെട്രോൾ ടീം പ്രവർത്തിക്കുക. ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ച പിങ്ക് പെട്രോളിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ നിമ്യ ഷിജു നിർവഹിച്ചു. റൂറൽ പോലീസ് മേധാവി P. വിജയകുമാർ അധ്യക്ഷനായിരുന്നു. ചാലക്കുടിയിലും പിങ്ക് പെട്രോൾ ടീം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പ്രളയത്തിൽ തകർന്ന ചീരക്കുഴി റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണം നീളുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ടിന് അപേക്ഷ സമർപ്പിച്ചുവെങ്കിലും അനുമതി നീളുകയാണ്. നിലവിലെ സ്ഥിതി അനുസരിച്ച് റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണത്തിന് കാലവർഷം കഴിയേണ്ടി വരും. 14 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിട്ട് 4 മാസത്തിലേറെയായെങ്കിലും അനുമതി നീളുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നബാർഡിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നതിനും സമർപ്പിച്ചിട്ടുണ്ട്. 8 ഷട്ടറുകളുള്ള റെഗുലേറ്ററിന്റെ 3 എണ്ണം മാത്രമാണ് നിലവിൽ പ്രവർത്തനയോഗ്യമായിട്ടുള്ളത്. ബാക്കി 5 എണ്ണം തകർന്നു കിടക്കുകയാണ്. ഇവയിലൊന്നാണ് പ്രളയത്തിൽ ഒലിച്ചുപോയത്. മഴക്കാലത്തിന് മുൻപ് ഷട്ടറുകളെങ്കിലും സ്ഥാപിക്കണമെങ്കിൽ 4 കോടിയോളം ചെലവ് വരുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം. പുതിയ രീതിയിലുള്ള ഷട്ടർ സംവിധാനം ഒരുക്കുന്നതിനായി മെക്കാനിക്കൽ വിഭാഗമാണ് പദ്ധതി തയ്യാറാക്കിയത്. റെഗുലേറ്ററിനോട് ചേർന്ന പുഴയുടെ സംരക്ഷണ ഭിത്തിയും തകർന്നു കിടക്കുകയാണ്. കാലവർഷത്തെ തുടർന്ന് പുഴയിൽ ശക്തമായ നീരൊഴുക്കുണ്ടായാൽ സംരക്ഷണ ഭിത്തിയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി തകരുവാൻ സാധ്യതയുമുണ്ട്. കനാലിലൂടെയുള്ള ജലവിതരണം തുടങ്ങുമ്പോഴേക്കും സെപ്റ്റംബറോടുകൂടി പുനർനിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. TCV, ചേലക്കര. മഞ്ഞപ്പിത്ത ഭീതിയിൽ കഴിയുന്ന പുതുക്കാട് മേഖലയിൽ 2 പേർക്ക് കൂടി രോഗലക്ഷണം കണ്ടെത്തി. നെന്മണിക്കരയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മഞ്ഞപ്പിത്തം പടരുന്ന പുതുക്കാട് മേഖലയിൽ 2 പേർക്ക് കൂടി രോഗലക്ഷണം കണ്ടെത്തി. ചെങ്ങാലൂർ നിവാസികൾക്കാണ് രോഗലക്ഷണം കണ്ടെത്തിയത്. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ വിദ്യാധരൻ പറഞ്ഞു. മേഖലയിലെ ഹോട്ടലുകളിലും ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. മുൻകരുതൽ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 10 പേർക്ക് മഞ്ഞപ്പിത്തം കണ്ടെത്തിയ നെന്മണിക്കരയിൽ ആരോഗ്യവകുപ്പിന്റെ സംഘം പരിശോധന നടത്തി. ജില്ലാ ഹെൽത്ത് ഓഫീസർ PK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്.
3 കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം കണ്ട നെന്മണിക്കര പ്രദേശത്ത് 3 കുടുംബങ്ങളും ഒരു കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് പരിശോധനാ സംഘം കണ്ടെത്തി. കിണർ രോഗാണുമുക്തമാക്കിയതായി നെന്മണിക്കര ഹെൽത്ത് ഇൻസ്പെക്ടർ സൈമൺ പോൾ അറിയിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. കൈപ്പറമ്പിൽ വീട്ടുപറമ്പിലെ മോട്ടോർ ഷെഡിലെ കംപ്രസറിൽ നിന്ന് ഷോക്കേറ്റ യുവാവ് മരിച്ചു. വടിയേരികാട്ടിൽ 41 വയസ്സുള്ള പ്രബീനാണ് മരിച്ചത്. ഷോക്കേറ്റ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കടങ്ങോട് പഞ്ചായത്തിലെ ചിറമനേങ്ങാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കോഴി മാലിന്യം നിക്ഷേപിക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. മാലിന്യം നിറച്ച വാഹനം കസ്റ്റഡിയിലെടുത്ത പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. ജീവനക്കാരായ മരത്തങ്കോട് മൻകുന്നത്ത് ഷാഫി, മുസ്ലിം വീട്ടിൽ റംഷീദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ചിറമനേങ്ങാട് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമുള്ള പറമ്പിലാണ് അനധികൃതമായി വൻതോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. കോഴിക്കടകളിൽ നിന്നും പണം കൈപ്പറ്റി ശേഖരിക്കുന്ന മാംസാവശിഷ്ടങ്ങൾ പറമ്പിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ നടത്തുന്ന മാലിന്യ നിക്ഷേപം നാട്ടുകാർ പലതവണ തടഞ്ഞിരുന്നു. വെള്ളിയാഴ്ച രാത്രിയിൽ വീണ്ടും മാലിന്യം നിക്ഷേപിക്കാൻ കൊണ്ടുവന്നപ്പോൾ വിവരമറിഞ്ഞ നാട്ടുകാർ തടയുകയായിരുന്നു. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി വാഹനവും ജീവനക്കാരെയും കസ്റ്റഡിയിലെടുത്തു. പോലീസ് സ്റ്റേഷന് മുന്നിൽ റോഡരികിൽ നിർത്തിയിട്ട മാലിന്യം നിറച്ച വാഹനത്തിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നത് വഴിയാത്രക്കാർക്കും പോലീസിനും സ്റ്റേഷനിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയവർക്കും തലവേദനയായി. കടങ്ങോട് പഞ്ചായത്തിൽ പോലീസ് ബന്ധപ്പെട്ടെങ്കിലും മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗമില്ലെന്നാണ് അധികൃതർ അറിയിച്ചത്. പ്രതിസന്ധിയിലായ പോലീസ് മാലിന്യം മറ്റെവിടെങ്കിലും നിക്ഷേപിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർക്ക് വാഹനം വിട്ടു നൽകി. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന കോഴിക്കടകളും അറവുശാലകളും അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്നും അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV, എരുമപ്പെട്ടി. ജയിലിൽ നിന്ന് പരോളിലിറങ്ങി മുങ്ങിയ കൊലക്കേസ് പ്രതിയെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സംഘം അറസ്റ്റ് ചെയ്തു. കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ തൃശൂർ കോട്ടപ്പുറം സ്വദേശി പുത്തൂര് വീട്ടിൽ കുട്ടി ശശി എന്ന് വിളിക്കുന്ന ശശിയാണ് അറസ്റ്റിലായത്. പുതുക്കാട് ഐനസ് ആന്റണി വധക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനിടെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ 15 ദിവസത്തെ പരോളിലിറങ്ങി മുങ്ങി നടക്കുന്നതിനിടെയാണ് പ്രതി പോലീസ് പിടിയിലായത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അടിയന്തരാവസ്ഥയിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് തൃശൂരിൽ ഒത്തുചേർന്നു. തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അടിയന്തരാവസ്ഥ തടവുകാരുടെ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസമടക്കം അനുഭവിച്ചവർ ഒത്തുകൂടിയത്. അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തെ 2ാം സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം PK കിട്ടൻ അധ്യക്ഷത വഹിച്ചു. സമിതി വർക്കിംഗ് പ്രസിഡന്റ് PC ഉണ്ണിച്ചക്കൻ, MS ജയകുമാർ, പോൾ കോക്കാട്ട്, വിൻസെന്റ് പുത്തൂർ എന്നിവർ സംസാരിച്ചു. വെള്ളാനിക്കര കർഷക ഭവനിൽ ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വേനൽക്കാല കൃഷിശാസ്ത്ര പരിചയ ക്യാമ്പിന് സമാപനമായി. സമാപന സമ്മേളനം കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് K രാജൻ MLA അധ്യക്ഷത വഹിച്ചു. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ Dr. R. ചന്ദ്രബാബു മുഖ്യപ്രഭാഷണം നടത്തി. കാർഷിക സർവകലാശാല വിജ്ഞാപന വ്യാപന ഡയറക്ടർ Dr. ജിജു P. അലക്സ്, Dr. P. പുകഴേന്തി, വെള്ളായണി കാർഷിക കോളേജ് ഡീൻ Dr. A. അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് തളർന്നു കിടക്കുന്ന യുവാവിന് CPM വീട് നിർമ്മിച്ചു നൽകുന്നു. ചന്ദ്രാപിനി സ്വദേശി തൃപ്പൂണത്ത് രജീഷിനാണ് CPM ചന്ദ്രാപിനി ലോക്കൽ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകുന്നത്. 9 വർഷം മുൻപുണ്ടായ അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രജീഷ് ശരീരം തളർന്ന ഓർമ്മശക്തിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട നിലയിലാണ്. ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് രജീഷും അമ്മ രാധയും താമസിക്കുന്നത്. ഇവരുടെ ദുരവസ്ഥ മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ഇവരെ സഹായിക്കാൻ CPM ലോക്കൽ കമ്മിറ്റി മുന്നിട്ടിറങ്ങുകയായിരുന്നു. കുടുംബസ്വത്തിൽ നിന്ന് രജീഷിന് ലഭിച്ച 3 സെന്റ് സ്ഥലത്ത് 600 ചതുരശ്ര അടിയിലുള്ള വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് വീടിന്റെ തറക്കല്ലിടൽ നടത്തി. അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഷീന വിശ്വൻ, MK ഫൽഗുണൻ, MCK ഇബ്രാഹിംകുട്ടി, TN അജയ്കുമാർ, TM വിശ്വംഭരൻ, PR ശ്യാം എന്നിവർ സംസാരിച്ചു. തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ശക്തൻ നഗർ MIC മസ്ജിദ് ഇമാം ഓണംപള്ളി മുഹമ്മദ് ഫൈസി പെരുന്നാൾ സന്ദേശം നൽകി. മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, കൽദായ സുറിയാനി സഭ മാർ ഔസേബ് യോഹനാൻ എപ്പിസ്കോപ്പ, സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി, കോളങ്ങാട്ടുകര സെന്റ് മേരീസ് ദേവാലയ വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ്, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ, BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്, ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ P ചന്ദ്രശേഖരൻ, മുൻ മേയർ K രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു.
പെരുന്നാൾ നോമ്പുതുറയും തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച എളനാട് സ്വദേശിയെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നവയാത്ത് പറമ്പിൽ 42 വയസ്സുള്ള ബദ്രുദ്ദീനെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. മകളുടെ സഹപാഠിയായ 16 വയസ്സുള്ള പെൺകുട്ടിയെ 2018 ഓഗസ്റ്റ് മുതൽ നിരന്തരമായി പീഡിപ്പിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പഴയന്നൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മൃദംഗ വിദ്വാൻ എം പുരുഷോത്തമ ശർമ്മയുടെ 4ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ശിഷ്യന്മാരും സംഗീതപ്രേമികളും സംയുക്തമായി ഗുരുവന്ദനം എന്ന പേരിൽ തൃശൂരിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ജോർജ് എസ് പോൾ അധ്യക്ഷനായിരുന്നു. മൃദംഗ വിദ്വാൻ ജി ചന്ദ്രശേഖരൻ നായർ, വയലിനിസ്റ്റ് തൃശൂർ ഡി രാജേന്ദ്രൻ, എസ് വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലയവിന്യാസവും സംഗീത കച്ചേരിയും ഇതോടൊപ്പം നടന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ മലയോര ഗ്രാമങ്ങളിൽ കാട്ടാന ശല്യം തുടരുന്നു. കഴിഞ്ഞ രാത്രി പോത്തൻചിറ പ്രദേശത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. അങ്കമാലി സ്വദേശി ചാക്കോ എന്നയാളുടെ പറമ്പിലാണ് കാട്ടാനകൾ നാശമുണ്ടാക്കിയത്. കവുങ്ങ്, കടപ്ലാവ് എന്നിവ മറിച്ചിട്ട കാട്ടാനകൾ കൃഷിത്തോട്ടത്തിനു ചുറ്റുമുള്ള കയ്യാലകൾക്കും കേടുവരുത്തി. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് കാട്ടാന ഇറങ്ങി തോട്ടത്തിലേക്കുള്ള ഗേറ്റ് തകർത്തിരുന്നു. കാട്ടാനശല്യം മൂലം അമ്പനോളി, പോത്തൻചിറ, മുപ്പിളി, താളൂപ്പാടം പ്രദേശങ്ങളിലെ കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് പ്രദേശവാസിയായ ജോജി നെല്ലിക്കാമണ്ണിൽ പറഞ്ഞു. തോട്ടത്തിൽ ആനയായിരുന്നു. വഴിയെ പോയെന്ന ആൾക്കാർക്കും തടസ്സങ്ങളായിരുന്നു. മൊത്തത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് ആനയുടെ ഇപ്പോഴത്തെ ഹോബി. ഇവിടെ ആന സ്ഥിരമായിട്ടുള്ളതാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഫുള്ളായിട്ട് ഇവിടെ മിക്കവാറും ആനകൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ അമ്പനോളി, ഈ ഭാഗങ്ങൾ മൊത്തം. കാട്ടാനകളെ പ്രതിരോധിക്കാനായി വനപാലകർ സ്ഥാപിച്ച സോളാർ വൈദ്യുതി വേലിയും ആനകൾ നശിപ്പിക്കുന്നുണ്ട്. വനാതിർത്തിയിൽ സോളാർ വേലിക്ക് പകരം ആഴമുള്ള കിടങ്ങുകൾ നിർമ്മിച്ചാലേ കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാനാവൂ എന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കുടുംബസംഗമം സംഘടിപ്പിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ജി. ജഗദീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി പ്രസിഡന്റ് CG മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ACP VK രാജു, ചലച്ചിത്ര പിന്നണി ഗായിക ഗായത്രി അശോകൻ, ബാലതാരം ശിവാനി മേനോൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സെക്രട്ടറി ബിന്ദു ഡേവിസ്, TS ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. തെരുവിലെ ദുരിത ജീവിതത്തിനൊടുവിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സഹോദരൻ സുമനസ്സുകളുടെ കൈകളിലെത്തി. പ്രശസ്ത സാഹിത്യകാരനും നടനുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ജ്യേഷ്ഠൻ പറവൂർ നന്ദ്യാട്ടുകുന്ന് ചുള്ളിക്കാട്ട് ജയചന്ദ്രൻ എന്ന ചന്ദ്രൻകുട്ടിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തിരുവൂരത്ത് കഴിഞ്ഞുവരുന്നത്. ഭക്ഷണം ലഭിക്കാതെ അവശനിലയിൽ അർദ്ധബോധാവസ്ഥയിൽ പറവൂരിൽ റോഡരികിൽ കിടന്നിരുന്ന ഇയാളെ ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് പറവൂർ പോലീസിന്റെ ആവശ്യപ്രകാരം ചന്ദ്രൻകുട്ടിയെ കൊടുങ്ങല്ലൂർ വെളിച്ചം അഗതി മന്ദിരം ഏറ്റെടുത്തു. പ്രാഥമിക ശുശ്രൂഷയും ഭക്ഷണം ലഭിച്ചതിനെ തുടർന്ന് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ചന്ദ്രൻകുട്ടിയെ തുടർന്നും സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് വെളിച്ചം അഗതി മന്ദിരം കെയർ ടേക്കർ അബ്ദുൽ കരീം പറഞ്ഞു. ബന്ധുപരിശോധനകളൊക്കെ നടത്തി വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം ആൾ വളരെ ഹാപ്പിയാണ്. ആൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിനെ നമ്മൾ സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ അനുവാദത്തോടു കൂടി പോലീസ് രേഖാമൂലം ലെറ്റർ തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് വീട് വിട്ടിറങ്ങിയ അവിവാഹിതനായ ചന്ദ്രൻകുട്ടി പറവൂരിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ജനപ്രതിനിധികൾ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടുവെങ്കിലും ഇയാളെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. TCV കൊടുങ്ങല്ലൂർ.
വരന്തരപ്പള്ളി പഞ്ചായത്തിന് ISO അംഗീകാരം ലഭിച്ചു. പൊതുജന സേവന മികവിനും ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിനും മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് അംഗീകാരം ലഭിച്ചത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് വിനോദ് കുമാർ ISO അംഗീകാര പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് EM ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുധിനി രാജീവ് അധ്യക്ഷത വഹിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് അംഗം ജയന്തി സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോളി, കലാപ്രിയ സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ജിജി ജസ്റ്റിൻ, പുഷ്പ കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ ബെസ്റ്റ് ടീച്ചർ ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ വിമൽ കുമാർ, ആദിവാസി മേഖലയിൽ നിന്ന് SLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വൈഷ്ണവി എന്നിവരെയും 100% വിജയം കൈവരിച്ച മേഖലയിലെ സ്കൂളുകളും എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 8-ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തും. മോദിക്കൊപ്പം റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ഈ മാസം 9 മുതൽ ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം. 12 നോട്ടിക്കൽ മൈൽ പരിധിയിലാണ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾ തീരം വിട്ടുപോകാൻ ഉത്തരവ്. മലയോര ഹൈവേ നിർമ്മിക്കുന്നതിനായി സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഏറ്റെടുത്ത് തുടങ്ങിയതായി പൊതുമരാമത്ത് വകുപ്പ്. റോഡ് നിർമ്മിക്കുന്നത് 12 മീറ്റർ വീതിയിൽ 3 ഘട്ടങ്ങളിലായി. തൃശൂർ കേരളത്തിലെ ഡ്രഗ് ഹബ്ബായി മാറിയെന്ന ജില്ലാ ജഡ്ജ് സോഫി തോമസ്. കുട്ടികൾ വഴിതെറ്റുന്നതിൽ രക്ഷിതാക്കൾക്കും പങ്കുണ്ടെന്നും ജില്ലാ ജഡ്ജ്. കവിതാ മോഷണ വിവാദത്തിൽ കേരളവർമ്മ കോളേജ് പ്രിൻസിപ്പൽ UGCക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ. പരാതി ലഭിക്കാത്തതിനാലാണ് അന്വേഷണം നടക്കാഞ്ഞതെന്നും പ്രിൻസിപ്പൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചെറിയ പെരുന്നാള് നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്, ചുങ്കത് പാലസ്, തൃശൂരിന് സമ്മാനിക്കുന്നു എ പ്രീമിയം സിഗ്നേച്ചർ ഷോ. ഇനി ഷോപ്പിംഗ് സന്തോഷങ്ങൾക്ക് ഇരട്ടി മധുരമേകൂ വിവാഹോത്സവത്തിനൊപ്പം.